കാമുകിക്ക് വേണ്ടി മതം മാറിയ യുവാവ് വർഷങ്ങൾക്ക് ശേഷം ഹിന്ദു മതത്തിലേക്ക് തിരിച്ചെത്തി. മതം മാറ്റം കാമുകിയും പിതാവും അറസ്റ്റിലായതിന് പിന്നാലെയാണ്. ഉത്തർപ്രദേശിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട സംഭവം ഇപ്പോൾ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ നേടുകയാണ്. കാമുകിയെ വിവാഹം കഴിക്കുന്നതിനായി ഇസ്ലാം മതം സ്വീകരിച്ച യുവാവ് പിന്നീട് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചെത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഷംലി സ്വദേശിയായ ആയുഷ് മാലിക്കാണ് വീണ്ടും ഹിന്ദു മതം സ്വീകരിച്ചതായി അറിയിച്ചത്. സംസ്ഥാനത്തെ മതപരിവർത്തന നിയമപ്രകാരം അദ്ദേഹത്തിന്റെ മതം മാറ്റവുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് തുടരുന്നതിനിടയിലാണ് ഈ ഒരു പുതിയ സംഭവം നടക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ താടിയും മുടിയും നീക്കം ചെയ്ത ആയുഷ് ഹിന്ദു ആചാരപ്രകാരം പ്രാർത്ഥനകൾ നടത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതിന്റെ രീതിയിൽ, അതായത് തന്റെ ഇഷ്ടപ്രകാരമാണ് ഹിന്ദു മതത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചതെന്നും ഇനി മാതാപിതാക്കൾക്കൊപ്പമാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ഒരു വീഡിയോയിലൂടെ തന്നെ പറയുന്നതും കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു, എന്നാൽ എന്റെ കുടുംബം അനുഭവിച്ച മാനസിക വേദന അത് മനസ്സിലാക്കിയതോടെയാണ് വീണ്ടും ഹിന്ദു മതത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത്. ഇനി കുടുംബത്തിന്റെ സംരക്ഷണത്തിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നതാണ് വീഡിയോയിലൂടെ ഈ ആയുഷ് എന്ന വ്യക്തി പറയുന്നത്. അതേസമയം മകൻ വീണ്ടും ഹിന്ദുമതം സ്വീകരിച്ചതായി അദ്ദേഹത്തിന്റെ പിതാവ് ദേവരാജ് മാലിക്കും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ തീരുമാനപ്രകാരമാണ് എല്ലാ മത ആചാരങ്ങളും പൂർത്തിയാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും തുടരുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം പുറത്തുവരുന്നത്. മതപരിവർത്തനത്തിന്റെ സാഹചര്യങ്ങളും നിയമ നടപടികളും പോലീസ് പരിശോധിച്ചു വരികയാണ്. അന്വേഷണം പൂർത്തിയായ ശേഷമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരൂ. ഇതിനിടെ തന്നെ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ, രാഷ്ട്രീയ വൃത്തങ്ങളിൽ പോലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വ്യക്തിയുടെ മതസ്വാതന്ത്ര്യം, കുടുംബത്തിന്റെ പങ്ക്, സംസ്ഥാനത്തെ മതപരിവർത്തന നിയമം എന്നിവയെ ചുറ്റിപ്പറ്റി വിവിധ അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലേക്ക് മാറിയതിനും അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിൽ താൻ മാറിയിരുന്നുവെന്നും തന്റെ കുടുംബത്തിന്റെ വേദന ഇവിടെ വീണ്ടും തന്റെ കുടുംബത്തെ ഓർത്ത് തനിക്ക് വേദന ഉണ്ടായിരുന്നുവെന്നും അതിന്റെ വീണ്ടും വിചാരം തനിക്ക് ഉണ്ടായി എന്നും അതോടുകൂടി തന്നെ ഹിന്ദു മതത്തിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. ഇനി കുടുംബത്തിന്റെ സംരക്ഷണയിൽ ജീവിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മൗന ഔദ്യോഗികമായി തന്നെ ഹിന്ദുമതം സ്വീകരിച്ചതിൽ മാതാപിതാക്കളാകട്ടെ വലിയ സന്തോഷത്തിലുമാണ്. കാമുകി ചാന്ദിനി ഖുറേഷി, പിതാവ് ഇസ്ലാം ഖുറേഷി എന്നിവരാണ് ഇപ്പോൾ ആയുഷിനെ ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യിപ്പിച്ചു എന്ന രീതിയിലുള്ള ആരോപണവുമായി മാലിക് രംഗത്ത് വരുന്നത്. അതേപോലെ തന്നെ ചില ഒരു പ്രദേശങ്ങളിൽ, ഡൽഹിയിലെ ചില പ്രദേശങ്ങളിൽ കൊണ്ടുപോയി മതം മാറ്റിച്ചെന്നും മുഹമ്മദ് അലി എന്ന പേര് നൽകിയെന്നും കുടുംബത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അവിടെ അത് കണ്ടിട്ടായിരുന്നു ഇത് ചെയ്തതെന്നതാണ് മാലിക് പറയുന്നത്. ദേവരാജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചാന്ദിനി ഖുറേഷിയും പിതാവ് ഇസ്ലാം ഖുറേഷിയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാണ് ആയുഷ് ഇത്തരത്തിൽ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചെത്തിയത്. അതുപോലെ തന്നെ ബിഫാം ബിരുദധാരിയായ ആയുഷ് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ സ്റ്റോർ അവിടെ നോക്കി നടത്തുകയായിരുന്നു. ഇതിനിടെ തന്നെ കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് പ്രാദേശിക ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇവിടെ വെച്ചാണ് ചാന്ദിനിയെ പരിചയപ്പെട്ടത്. പരിചയം കൂടുതൽ അടുപ്പമായതോടുകൂടി തന്നെ ചാന്ദിനിയുടെ ബന്ധുക്കൾ ആയുഷിനെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുകയായിരുന്നു. 2023 ആയുഷിനെ ഡൽഹിയിൽ കൊണ്ടുപോയി മതം മാറ്റി നിക്കാഹ് നടത്തിയെന്ന അവകാശവാദവും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ വിവാഹ സർട്ടിഫിക്കറ്റ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. താടി വളർത്തുകയും മുസ്ലിം പ്രാർത്ഥനാ രീതികൾ പിന്തുടരുകയും ചെയ്തിരുന്നു എന്നതും ഇവിടെ FIRലൂടെയാണ് ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.